ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി രസമായിട്ടാണ് കേട്ടോ. തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു രസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ, നമുക്കിന്ന് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടൊരു രസമാണ്, വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ആദ്യം രസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. ആദ്യം ഞാൻ കുരുമുളക്, ജീരകം, ഒരു തക്കാളി, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, എരിവിനാവശ്യമായ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു മിക്സി ജാറിലോട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി തൊലി കളയാതെയാണ് ഇട്ടത്. അപ്പോൾ അതിന് കുറച്ചുകൂടി ഫ്ലേവർ കിട്ടുന്നതാണ്. അത് എല്ലാം കൂടി മല്ലിയിലയും കറിവേപ്പിലയും ജീരകവും ഒക്കെ കൂടി ഇട്ടതിന് ശേഷം ഒരു ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ തക്കാളി കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കുക. പുറത്തൊക്കെ പോകുന്ന ദിവസം പുറത്ത് പോകുന്ന വീഡിയോസും വീട്ടിൽ നിൽക്കുന്ന ദിവസം വീട്ടിലെ റെസിപ്പികളൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. രസത്തിന് ആവശ്യമായ പുളി എടുത്തു വച്ചിട്ടുണ്ട്. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. നമുക്ക് ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. അതിൽ വെളിച്ചെണ്ണ, വറ്റൽമുളക്, കടുക്, കറിവേപ്പിലയിട്ട് കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ അത് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുകൂടെ നല്ല ചൂടായി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ആ സമയം നമുക്ക് ഇതിലോട്ട് പുളി, ഒരു നെല്ലിക്ക സൈസ് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്ത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സമയം തന്നെ ഒരു ബൗളിൽ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുക്കുക. നമ്മൾ ഈ പുളി പിഴിഞ്ഞൊഴിക്കുന്ന സമയം തന്നെ തേങ്ങയുടെ 2-ാം പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ശേഷം നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് തിളച്ച്, നല്ല വെട്ടി തിളയ്ക്കാൻ പാടില്ല, നല്ല തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ഇന്ന് തേങ്ങാപ്പാൽ രസം വെച്ചിട്ട് ചോറ് കഴിച്ചതേ. അതിൻ്റെ കൂടെ നമ്മുടെ പയറിലെ പെരുമ്പയർ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ റെസിപ്പി നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണേ. എല്ലാവരും ഈ വെറൈറ്റി രസം ഒന്നുണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇന്ന് ഒരു അവിയലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൂടി വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ സിമ്പിൾ രസം റെഡി ആയി കഴിഞ്ഞു. നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.